വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ദേവയാനി അനാമികയെ കൊണ്ട് ജോലി ഏൽപ്പിക്കുന്ന അറിഞ്ഞിട്ട് ജാനകി പ്രശ്നവുമായിട്ട് ദേവിയുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ജാനകി ചോദിക്കാണ്, നീ എന്റെ മരുമകളെ കൊണ്ട് എന്തിനാ തറ മുഴുവൻ തുടപ്പിച്ചത്? പാവം അവള് സുഖിൽ അവിടെ കിടക്കാം. ദേവേനി പറയുന്നുണ്ട്, നിന്റെ മരുമകൾ ഓപ്പറേഷൻ ഒന്നും കഴിഞ്ഞ് കിടക്കാന്നല്ലോ, നേരം ചുമ്മാ ഇരിക്കല്ലേ, ഫോണിലും തോണ്ടി എല്ലാ നേരത്തും കൃത്യമായി ആഹാരം കഴിച്ച് സുഖമായിട്ടിരിക്കല്ലേ, പിന്നെ ഇപ്പൊ ശരീരത്തിൽ അനങ്ങിയാൽ എന്താ കുഴപ്പം? അതെന്തിനാ ദേവയാനി നീ നോക്കുന്നത്? അവളെ അതുപോലുള്ള കുടുംബത്തിലാണ് വളർന്നത്, അല്ലാതെ നിന്റെ മരുമകളെ പോലെ ഗതിയില്ലാത്തടത്തൊന്നും അല്ല. ഇഷ്ടംപോലെ ആഹാരം കഴിച്ചും നന്നായിട്ട് സുഖമായിട്ട് ജീവിച്ച അവൾ വളർന്നത്. അതുകൊണ്ട് അവളെ കൊണ്ട് അങ്ങനത്തെ ജോലിയും ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ദേവേനി പറയുന്നുണ്ട്, 3 മാസമേ ആയുള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. എന്നിട്ട് നയനയാണെങ്കിൽ ഈ വീട് മുഴുവൻ തുടച്ചോണ്ടിരിക്കുക. ഒന്ന് സഹായിക്കാൻ പോലും അവൾ എണീച്ചു വരില്ല. കഴിച്ച പ്ലേറ്റ് പോലും അവൾ കഴിയില്ല. ശരി, അതിന് ജോലിക്കാരുണ്ടെന്ന് കണക്കാക്കാം. നയന നാളെ പൂജയുള്ളതുകൊണ്ടാ ഇവിടെ മുഴുവൻ തുടച്ചത്. മീനാക്ഷിക്ക് അതിനുള്ള സമയമില്ല. പൂജാമുറിയും ബാക്കി എല്ലാം അവളെ തുടച്ചു. ഹാളും കൂടി എങ്ങനെ തുടയ്ക്കാൻ ശ്രമിക്കായിരുന്നു. അവളെ തുടച്ചിട്ട് മാറിയ ആ സെക്കൻഡിൽ തന്നെ അനാമിക അവിടെ ചായ ഒഴിച്ചു. അത് മനഃപൂർവ്വം. അവൾ അങ്ങനെ മനഃപൂർവ്വം ഒന്നും ഒഴിക്കില്ല ചേച്ചി, അറിയാതെങ്ങാണം കൈ തട്ടി വീണതായിരിക്കും. ദേവേനി പറയുന്നുണ്ട്, സംശയം ഉണ്ടെങ്കിലേ CCTV ചെക്ക് ചെയ്ത് നോക്കിക്കോ. അവൾ തന്നെ ചായ ഒഴിച്ചത്. അവളുടെ ക്രൂരമായ മുഖം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിലേ പോയി CCTV നോക്ക് എന്ന് ദേവേനി പറയുന്നുണ്ട്. ശരി, അവൾ ഒഴിച്ചു തന്നെ ഇരിക്കട്ടെ. അതിന് ശിക്ഷയായിട്ടാണോ ഈ വീട് മുഴുവൻ തുടയ്ക്കാൻ പറഞ്ഞത്? ദേവേനി പറയുന്നുണ്ട്, അതെ, അതിന് ശിക്ഷ തന്നെയാണെന്ന് കൂട്ടിക്കോ. ഒരാൾ തുടച്ചിട്ട് മാറിപ്പോയ സമയം നോക്കി അങ്ങോട്ടേക്ക് ചായ ഒഴിക്കുന്നത് നല്ല കാര്യമാണോ? നീ നാലേച്ച് നോക്കിയേ. നയനയ്ക്ക് സുഖമില്ലാതിരിക്കാം. ആ സമയത്ത് പോലും അവൾ നോക്കി ആ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? എനിക്ക് വയ്യാത്തോണ്ട് ഞാനത് ചെയ്തില്ല. ജലജ പിന്നെ ഒരിക്കലും ചെയ്യില്ല. നവിക്കാണെങ്കിലോ സുഖമില്ലാതിരിക്കുക. നീ അമ്പലത്തിലേക്കും പോയി. പിന്നെ ആരാ ഉള്ളത് ചെയ്യാന്? നിന്റെ മരുമകൾ വേണ്ടേ അതൊക്കെ നോക്കി കണ്ട് ചെയ്യാന്? പൂജയൊക്കെ ഉള്ളപ്പോ ആ ചടങ്ങുകളെല്ലാം ചെയ്യേണ്ടത് അനാമിക മോളും കൂടെ കൂടിയിട്ടല്ലേ എല്ലാം ഒരുക്കങ്ങൾ നടത്തേണ്ടതും. അതുപോലെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുക എല്ലാം ചെയ്യണ്ടേ? നമ്മളൊരു വീട്ടിൽ ജീവിക്കുമ്പം ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണ്ടേ? നമ്മളുടെ ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതല്ലേ ജാനകി എന്ന് ചോദിക്കാട്ടോ ദേവയാനി. ജാനകി പറയുന്നുണ്ട്, വേണ്ട ഏട്ടത്തി, ഒത്തിരി ഓവറാവണ്ട. നയനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചേച്ചിയുടെ അടവാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ശരിയാ, നയൻ എന്റെ മരുമകളാ. നീ ഇപ്പൊ നിന്റെ മരുമകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവളെ കൊണ്ട് ജോലി ഏൽപ്പിച്ചെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെയല്ലേ ഞാൻ എന്റെ മരുമകളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അവളെ ചെയ്ത ജോലി നശിപ്പിക്കാൻ നോക്കിയതിന് ഞാനൊരു ശിക്ഷ കൊടുത്തു. അതിൽ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നില്ലെന്ന് ദേവേനി പറയുന്നുണ്ട്. ജാനകി പറയാണ്, അല്ലെങ്കിലും അതൊന്നും തെറ്റായിട്ട് ചേച്ചിക്ക് തോന്നില്ല എന്ന് പറയാൻ കേട്ടോ. അതിനിടയിൽ ചെറിയൊരു കാര്യം കേട്ടോ. ഈ ദുപ്പട്ട കൂടിയുള്ള ജോർജിറ്റിയുടെ ഈ കുർത്ത സെറ്റ് വെറും 699 ഇപ്പോൾ ഓഫറിൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിച്ചോളൂ. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയാണ് കേട്ടോ ഓർഡർ ചെയ്യേണ്ടത്. എല്ലാ കളേഴ്സും എല്ലാ സൈസസും അവൈലബിൾ ആണ് കേട്ടോ. ഇന്ന് ഒരു ദിവസം, നാളെയും ഒരു ദിവസവും കൂടി മാത്രമായിരിക്കും ഈ 699 ഓഫർ നിലനിൽക്കുക. ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അങ്ങനെ ജാനകി ആകെപ്പാടെ കലിപ്പില് ദേവിയോട് കലിപ്പിച്ച് നിൽക്കായിരിക്കും. ഇനി എന്റെ മരുമകളെ കൊണ്ട് ഒരു ജോലിക്ക് ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, അങ്ങനൊന്നും പറ്റില്ല ജാനകി. ഈ ഇവിടെ ജീവിക്കണമെങ്കിലേ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്തേ ജീവിക്കാൻ പറ്റുള്ളൂ. അത് നിന്റെ മരുമകളുടെ പറഞ്ഞ് മനസ്സിലാക്കിയേ. അല്ലെങ്കിലേ ചെയ്യിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഞാനാണ് ഈ വീടിന്റെ മൂത്ത മരുമകൾ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും എല്ലാവരും ഭരിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അത് നിനക്കറിയാലോ എന്ന് ജാനകിയോട് ദേവേനി ചോദിക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മരുമകൾ ഇനി ആർക്കുവേണ്ടി ജോലി ചെയ്യാനോ കഷ്ടപ്പെടാനോ നിൽക്കില്ല. നിനക്കറിയാലോ, കരള് മുറിച്ചു നൽകിയത് അവളാ. അവളുടെ ശരീരത്ത് ഇപ്പൊ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് നിൽക്കാം. അത്രമാത്രം വേദനയും പ്രയാസവും ഉണ്ട് അവക്ക്. എനിക്കുള്ളതുപോലെ തന്നെ വേദന അവക്കും ഉണ്ട്. നിങ്ങൾ എന്നെ എന്തുമാത്രം കെയർ ചെയ്താ ചെന്ന് നോക്കുന്നേ? അതിലുപരി കെയർ ചെയ്യേണ്ടത് അവളെയാ. അതൊന്നും ഇപ്പൊ ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ മാത്രമല്ലേ എന്നൊക്കെ ചോദിക്കാണ്. ജാനകി പറയുന്നുണ്ട്, ചേച്ചിയുടെ മരുമകൾ ചെയ്താൽ എന്താ കുഴപ്പം? അവള് ഒരു ഗതിയില്ലാതെ വന്നവളല്ലേ. ഒന്നും കാണാതെ ഇവിടെ വന്നിട്ടാ നല്ല ഫുഡെങ്കിലും അവള് കാണാൻ തുടങ്ങിയത്. അവക്ക് ഇതൊക്കെ തന്നെ ധാരാളം. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, നിന്റെ മരുമകൾ അനാമിക ഇപ്പൊ ഈ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതിന് നമുക്ക് ആ ശിക്ഷ കൊടുത്തത്. ജാനകി, നിന്റെ എന്നെ സ്വന്തം സഹോദരിയെ പോലെ ഞാൻ കണക്കാക്കിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇമാതിരി വർത്തമാനങ്ങളൊന്നും പറയാതിരിക്കാം. നയനമോളെ ഒരു ഗതിയില്ലാത്തുള്ളൊന്നും അല്ല. കൂടുതൽ മൂത്താലേ എന്റെ പേരുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുക്കും. അത് മാത്രമല്ല, അവയ്ക്കിപ്പോ സ്വന്തമായിട്ട് വലിയൊരു വീടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം മാത്രം അവളുടെ ഡിസൈനിൽ കിട്ടിയ പ്രോഫിറ്റ് 5 കോടി രൂപയാ. ആ 5 കോടി രൂപയുടെ അവകാശവും നയന തന്നെ ആയിരിക്കും. ഇനി ആരും പറയില്ലല്ലോ അവള് ഗതികെട്ടവളാണെന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനി അവളോട് ചൂടാവാണ് കേട്ടോ.
ഈ ഒരു സമയത്ത് ജാനകി ആണെങ്കിൽ ദേവനോട് ചൂടാവുന്നുണ്ട്. ഇനി ഒരിക്കലും എൻ്റെ മരുമകളെ കൊണ്ട് അങ്ങനത്തെ ജോലികൾ ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കില്ല ചേച്ചി. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ ജാനകി തറപ്പിച്ച് പറയാണ്. ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മുത്തശ്ശിയും മുത്തശ്ശനും വരുന്നുണ്ട് കേട്ടോ. എന്താ എന്താ രണ്ടുപേരും തമ്മിലൊരു വാക്ക് തീർക്കാം. ദേവേനി പറയാണ്, അച്ഛാ രാവിലെ നായന തറ തുടച്ചുകൊണ്ടിരിക്കായിരുന്നു. അയ്യോ മോളെ കൊണ്ടൊന്നും അതൊക്കെ ചെയ്യിപ്പിച്ചേ. അത് പിന്നെ നാളെ പൂജ വരുമല്ലേ, അവളോട് പറഞ്ഞിട്ടൊന്നും അവളെ കേട്ടില്ല. മീനാക്ഷി അടുക്കള നല്ല ജോലി തിരക്കിലായിരുന്നു. ജാനകി ആണെങ്കിൽ അമ്പലത്തിലേക്കും പോയി. പിന്നെ അനാമികയുടെ ജലജന കാര്യം പറയണ്ടല്ലോ, രണ്ടുപേരും മുറി അടച്ചിരുന്ന് ഫോണിൽ ഞോണ്ടിട്ടൊക്കെ ഇരിക്കും, അല്ലാതെ രണ്ടുപേരും ഒന്നും ചെയ്യില്ല. ഇത് കണ്ടിട്ടാ നായനമോള് ഈ ഹാളെ തുടക്കാൻ ഇറങ്ങിയത്. അവളെ തുടച്ചു മാറിയ പിന്നാലെ അനാമിക മനഃപൂർവ്വം ചായ ഒഴിച്ചു. അതിന്റെ ശിക്ഷയായിട്ട് ഞാന് ഈ തറയും തുടച്ച് മുകളിൽ നിന്ന് മുഴുവൻ തുടയ്ക്കാൻ പറഞ്ഞു. അതിന് വഴക്കോടെ വന്നിരിക്കുക ജാനകി. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കാണ്, ആണോ ജാനകി, നീ അതിനാണോ വഴക്കുണ്ടാക്കുന്നേ? അതെ അച്ഛാ, അങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അവള് എന്റെ മരുമകളാ. എത്ര വലിയ കുടുംബത്തിൽ നിന്ന് അവൾ വന്നിരിക്കുന്നേ, എന്നിട്ട് ആ ജോലിയൊക്കെ ചെയ്യേണ്ട കാര്യം എന്റെ മരുമകൾക്കില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകി ഇത് നമ്മൾ എല്ലാവരും താമസിക്കുന്ന വീടല്ലേ. നമ്മളുടെ ജോലികളും മറ്റുള്ളവർക്ക് വയ്യെങ്കിൽ അവരുടെ കൂടി ജോലികൾ ഏറ്റെടുത്ത് നമ്മൾ ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ ദിവസം എന്തുമാത്രം ജോലികളാണ് ഉള്ളത്, അതെല്ലാം ഷെയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എത്ര എളുപ്പമായിരിക്കും. അല്ലാതെ ഞാൻ ചെയ്യില്ലെന്നും പറഞ്ഞ് ഒരാൾ മാറിക്കേറിയിരുന്നാലേ ബാക്കിയുള്ളവർ കൂടി അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇല്ലച്ചാ, ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്റെ മരുമകളെ കൊണ്ട് ഒരു പണി ഞാൻ ചെയ്യിക്കില്ല എന്ന് തന്നെ ജാനകി തറപ്പിച്ച് പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ജാനകി അങ്ങനെയൊക്കെ വാശി പിടിക്കണോ? എനിക്കറിയാം ഇവിടെ എല്ലാരെ കൊണ്ടും ജോലിപ്പിക്കാനൊക്കെ, അതൊന്നും വേണ്ടെന്ന് വെച്ച് ഞാൻ നടക്കുന്നതാ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇല്ല, ഞാൻ എന്റെ മരുമകളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല. ഇനി ആരെങ്കിലും അതിന് ശ്രമിച്ചാ ഞാനും അവളും പിന്നെ ഈ വീട്ടിൽ കാണില്ല എന്ന് ജാനകി തറപ്പിച്ചു പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. മുത്തശ്ശിയും പറയുന്നുണ്ട്, നീ നയനമോളെ മനസ്സിലാക്കിയതുപോലെ ജാനകിയും മനസ്സിലാക്കും. അനാമികയുടെ സ്വഭാവം എന്താണെന്നും രണ്ടുപേരും മനസ്സിലാക്കും. ജാനകി എന്ന് തിരിച്ചറിയുന്നു അന്ന് മാത്രമേ ജാനകിക്ക് ഒരു വെളിവുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞൊന്നും യാതൊരു കാര്യമില്ല. പിന്നെ ദേവയാനി ഈ വീട്ടിലെ അധികാരം അവകാശവും നിനക്ക് നൽകിയിട്ടുണ്ട്. അത് വേണ്ട വിധത്തിൽ നല്ല രീതിക്ക് ഉപയോഗിക്കുക. അതേ ഇപ്പം എനിക്ക് പറയാനുള്ളൂ എന്ന് മുത്തശ്ശനും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ജാനകി മനസ്സിൽ കരുതുകയാണ്, ദേവയാനി മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ, ജാനകിനെയും അനാമികനെയും ഒരു പാഠം പഠിപ്പിക്കണം. ഇവിടുത്തെ ജോലികളെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എന്റെ നയനയ്ക്ക് വേണം ഈ വീട്ടിലെ പൂർണ്ണ അധികാരം അവകാശവും. അവളുടെ അത്ര നന്മയും സ്നേഹമുള്ള ആരും തന്നെ ഈ വീട്ടിലില്ല. എന്തിനേറെ പറയുന്നു, എനിക്കോ മറ്റാർക്കും തന്നെ ആ ഒരു നന്മയും സ്നേഹവും ഇല്ല. അതുകൊണ്ട് എന്റെ നയനമോളെ ആരും ഉപദ്രവിക്കാനോ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാനോ ഞാൻ സമ്മതിക്കില്ല. ഈ വീട്ടിലെ കഠിനമായ ജോലികൾ ഇത്രയും കാലം ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്റെ ആദർശമോന്റെ ഭാര്യയാണ് അവൾ, എന്റെ അടുത്ത മകള്. അതുകൊണ്ട് സ്വന്തം മകളെ പോലെ ഞാൻ ഇനി അവളെ സ്നേഹിക്കും. അതിന് തടസ്സമായിട്ട് ആരൊക്കെ വന്നാലും അവരെ ഒന്നും ഞാൻ അതിന് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ് കേട്ടോ.